കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിയെ പ്രധാനാധ്യാപകൻ കർണപുടം അടിച്ചുപൊട്ടിച്ചു എന്ന പരാതിയിൽ ബേഡകം പോലീസ് കേസെടുത്തു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് DD തെളിവെടുപ്പ് നടത്തി. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്രധാനാധ്യാപകൻ കർണപുടം അടിച്ചുപൊട്ടിച്ചുവെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. പ്രധാനാധ്യാപകൻ അശോകിനെതിരെയാണ് ബേഡകം പോലീസ് കേസെടുത്തത്. ഭാരതീയ ന്യായ സംഹിതയിലെ 126(2), 115(2), ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ സെക്ഷൻ 75 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. കുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. സംഭവത്തിൽ DD TV മധുസൂദനൻ വിദ്യാർത്ഥിയിൽ നിന്നും സ്കൂളിലെ സീനിയർ അസിസ്റ്റന്റ്, ക്ലാസ് അധ്യാപിക, കുട്ടിയുടെ അമ്മ എന്നിവരിൽ നിന്നും തെളിവെടുപ്പ് നടത്തി ജനറൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് അന്വേഷണ റിപ്പോർട്ട് കൈമാറി. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ആഗസ്റ്റ് 11 സ്കൂൾ അസംബ്ലിയിൽ കുസൃതി കാണിച്ച വിദ്യാർത്ഥിയെ അധ്യാപകൻ ചെവിക്കടിച്ചപ്പോൾ കർണപുടം പൊട്ടിയെന്നാണ് പരാതി. വിദ്യാർത്ഥിയെ ആദ്യം ബേഡകം താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ഇവിടെ പ്രവേശിപ്പിക്കാനാകാത്തതിനാൽ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പ്രധാന അധ്യാപകനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ട് പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ്, BJP, SFI എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ നേരത്തെ സ്വമേധയാ കേസെടുത്തിരുന്നു. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പ്. ഇതിനിടയിൽ സംഭവത്തിൽ തെറ്റുപറ്റിയതായി പ്രധാനാധ്യാപകൻ അശോകൻ PTA കമ്മിറ്റിയോട് സമ്മതിച്ചു. കൈവീശിയപ്പോൾ അറിയാതെ ചെവിയിൽ കൊണ്ടതെന്നാണ് പ്രധാനാധ്യാപകന്റെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, കുണ്ടംകുഴി.